ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ, വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറേ അധികം ദിവസമായി. വേറെ ഒന്നുമല്ല, നമ്മൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ബിസി ആയി പോയിട്ടാ. പിന്നെ ബിസി മാത്രമല്ല, നല്ല മടി പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഓരോന്നൊക്കെ ഇങ്ങനെ തട്ടിക്കുടഞ്ഞെടുത്തിട്ട് ഉഷാറായിട്ട് വരണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഉപകാരമാവുന്ന നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്കായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസുകളാണ് ബാഗിൽ കരുതേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മൾ കൊണ്ടുപോയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതായത് ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ അതായത് എല്ലാതും ഞാൻ വാഷ് ചെയ്ത് ഡെറ്റോളൊക്കെ മുക്കി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ പാടെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും ബെഡിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് നാപ്പിയാണ് കേട്ടോ, തുണിക്ക് പകരമായിട്ട് കുട്ടികൾക്ക് കെട്ടി കൊടുക്കുന്നത്. പിന്നെ ഇതാ മിറ്റൻസും ബുട്ടീസും ക്യാപ്പൊക്കെ വരുന്ന സെറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ സെറ്റ് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാ നല്ലപോലെ വാഷ് ചെയ്തതിൻ്റെ ശേഷം ഈ കവറിൽ തന്നെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ എവിടെ പോയി ഇന്ന് തപ്പി തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ ആ വാങ്ങിച്ചിട്ടുള്ള അതേ കവറിൽ തന്നെ സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ലോഷന്, പൗഡർ, സോപ്പ് ഇങ്ങനത്തെ ഐറ്റംസുകൾ കേട്ടോ. പൗഡറൊന്നും ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ളതൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് കൊണ്ടുപോകണില്ല കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളതൊക്കെ സെബാമെഡിൻ്റെ ഐറ്റംസുകളാണ്. അതാണ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം. ഇതാവുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണല്ലോ. അപ്പോൾ സെബാമെഡിൻ്റെ ലോഷനും പൗഡറും സോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ സോപ്പും പൗഡറും ഒന്നും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ കുളിപ്പിക്കുക അങ്ങനെയുള്ള സംഭവമൊന്നും ചെയ്യില്ലല്ലോ, വീട്ടിലെത്തിയിട്ട് അതൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ അതാ ഈ ഒരു ലോഷൻ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴും ഉടുപ്പൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഷൻ മാത്രം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് വെച്ചിട്ടുള്ളത് കുറച്ച് ടർക്കികളാണ്. കുഞ്ഞിനെ റിസീവ് ചെയ്യുമ്പോഴും അല്ലാതെ റൂമിലൊക്കെ എപ്പോഴും ആവശ്യമാണല്ലോ ചെറിയ ചെറിയ ടർക്കികൾ. അപ്പോൾ അത് 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഡ്രൈ ഷീറ്റ്, ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതും 2-3 ടൈപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ കുഞ്ഞിന് വേണ്ടിയിട്ട് ഫേസ് ടവലുകളാണ് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാതും കൂടെ ഒന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണില്ല, അതിൽ നിന്നൊരു 3-4 എടുത്ത് വെക്കണം. ഇതിതാ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നാപ്പിയാണ് കേട്ടോ. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വെള്ള തുണിയൊക്കെ കെട്ടി കൊടുക്കുമല്ലോ മൂത്രമൊഴിക്കുമ്പോഴൊക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. അതിപ്പോൾ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ടർക്കി ഉണ്ടല്ലോ, ഇതാണ് റിസീവിങ് ടവലായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാനായാലും ഇതിൻ്റെ കളറായാലൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ടർക്കിയും കൂടെ 3 ടർക്കികൾ വെക്കുന്നുണ്ട് കേട്ടോ. 3 ശരിക്കും പോരാന്നൊക്കെ ഒരു തോന്നലുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ 3 തന്നെ കൊണ്ടുപോകണുള്ളൂ കേട്ടോ. കുറേ നമ്മൾ വാരി വലിച്ച് കൊണ്ടുപോയിട്ട് അതൊക്കെ പിന്നെ അതേപോലെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരുവാണല്ലോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് മാത്രമേ വെക്കുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, നോർമൽ ഡെലിവറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മളിവിടെയൊക്കെ ഡിസ്ചാർജ് ആവും കേട്ടോ. സിസേറിയൻ ആകുമ്പോഴാണ് 4 ദിവസം 5 ദിവസമൊക്കെ ആവുക. അപ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും 3 ടർക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുഞ്ഞിനെ തോർത്തി കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് തോർത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ എപ്പോഴും ഡയപ്പർ യൂസ് ചെയ്യായിരിക്കും നല്ലത്. നമ്മൾ തുണിയൊക്കെ കുട്ടികൾക്ക് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യാനോ ഉണക്കാനോ ഒന്നും അത്ര സൗകര്യം ഉണ്ടാവില്ലല്ലോ. നമ്മൾ വീട്ടിലെ പോലെ നല്ല വൃത്തിയിൽ അതൊക്കെ വാഷ് ചെയ്തെടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് ഡയപ്പർ ഉപയോഗിക്കാനായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യം വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. എത്രയൊക്കെ ആവശ്യം വരുമെന്ന് നമുക്ക് മുന്നേ അറിയില്ലല്ലോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ എല്ലാതും കൊട്ടയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. മക്കൾ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇതിനേക്കാളും ധൃതിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അവർ നിൽക്കണേ ഇല്ല കേട്ടോ. വേഗം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഓരോന്നെടുത്ത് കാണിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ബേബി വൈപ്സ് കേട്ടോ. അത് 2-3 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും അത്യാവശ്യം തന്നെയാണ് കേട്ടോ. വേറെ എന്ത് മറന്നാലും അത് മറക്കരുത്. അതുകൊണ്ട് ഞാൻ അതും കുറച്ചധികം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ കൂടെ ഒരു കവറിലാക്കിയിട്ടാണ് ഈ ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കുന്നത്. കാരണം അതിങ്ങനെ ചിതറി കിടക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ തന്നെ ആവില്ലല്ലോ ആ ഒരു സമയത്ത് കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എടുക്കണവർക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ.
പിന്നെ ഇതിലുള്ള അധിക ഐറ്റംസുകളും നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് വാങ്ങിയത് കുറച്ച് ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ. ആൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കൂടുതലും സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ലിങ്കോ ഒന്നും എന്നോട് ചോദിക്കരുത്. ഇതൊക്കെ ലുലുന്നൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു ക്യാപ്പ്. അതേപോലെ തന്നെ ഇതൊരു ഡ്രൈ ഷീറ്റൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നതിലുള്ളത് തന്നെയായിരുന്നു കേട്ടോ. മറ്റുള്ള ഡ്രൈ ഷീറ്റൊക്കെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് ഭാഗം എന്താ പറയുക തുണീൻ്റേത് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാതെ കിടക്കാൻ പറ്റുന്നതും, അടിഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെഡിലൊന്നും ആവാതിരിക്കട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് കാണാൻ. ഇനിയിപ്പോൾ ആ കുഞ്ഞിൻ്റെ കുറച്ച് ഉടുപ്പുകളാണ്. നമ്മൾ ജബ്ലാസും റോംബറും അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ കണ്ടെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ ഐറ്റംസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ന്യൂ ബോർഡ്സിന് പറ്റുന്നതല്ല, അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കൂടുതലും ഈ ഒരു സൈസിൽ തന്നെയാണ് കിട്ടുക. നല്ല കുഞ്ഞത് നമ്മളെ നാട്ടിൽ പോലെ അവിടെ കിട്ടലില്ല കേട്ടോ. നമ്മൾ ഓരോ ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കലുണ്ട്, നമ്മളവിടെ കിട്ടണ മാതിരി കുഞ്ഞത് കിട്ടാൻ പ്രയാസമാണ്. അവിടുത്തെ കുട്ടികൾ കുറച്ചും കൂടി തടിയും സൈസൊക്കെ ഉള്ളവരായതുകൊണ്ടായിരിക്കും അങ്ങനെ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ന്യൂ ബോൺസിന് ഇത് ഫസ്റ്റ് ടൈമിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല ലൂസായിട്ടൊക്കെ തോന്നലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴൊക്കെ സെറ്റ് ആയിക്കോളൂ. അപ്പോൾ 3-4 ടൈപ്പിലുള്ള റോംബർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും ആവശ്യമാണല്ലോ, ആ ഒരു സമയത്ത് നല്ല തണുപ്പൊക്കെ തോന്നുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അത് 1-2 എന്തായാലും വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ബേബി ഗേളാണോ ബോയ് ആണോ ഒന്നും അറിയില്ല, അതുകൊണ്ട് 2 ടൈപ്പിലുള്ളതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ കാണിക്കുന്ന ഉടുപ്പുകൾ മൊത്തമായിട്ടൊന്നും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ തിരഞ്ഞിട്ട് ഇതിൽ ഏറ്റവും ചെറുത് തോന്നിയിട്ടുള്ള ഒരു 4-5 ഡ്രസ്സേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. അതിന് മുഴുവനായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തൊട്ടിത്തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി ഹോസ്പിറ്റലിൽ എന്തായാലും നമ്മൾ തൊട്ടിയൊന്നും കിട്ടാൻ പോകണില്ലല്ലോ, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതാ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള 2-3 റോംബർ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഇട്ട് കൊടുക്കുന്ന കുപ്പായങ്ങളും തൊപ്പിയും എല്ലാം കൂടെ ഒരു കവറിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്നവർക്ക് എളുപ്പമായിരിക്കും കേട്ടോ. ഏതിലാണ് എവിടെയാണെന്ന് തിരയണ്ട. ഓരോന്നും ഇങ്ങനെ തരം തിരിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചാൽ എളുപ്പത്തിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇക്കാനടുത്ത് കുട്ടികളടുത്ത് പറയുമായിരുന്നു കേട്ടോ, ഇതെവിടെയൊക്കെയാണ് വെച്ചിക്കണമെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കി. ആ ഒരു സമയത്ത് ഞാനാവില്ലല്ലോ ഇതൊന്നും എടുത്തു കൊടുക്കലൊക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും നോക്കി വെക്കിയിട്ടാന്നൊക്കെ പറയുമായിരുന്നു. ഇത് ഫേസ് ടവൽ കേട്ടോ. അപ്പോൾ അതും ഞാനിതാ റോളൊക്കെ നിർത്തിയിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വാഷ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് 4-5 എടുത്തിട്ട് കവറിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. വെറുതെ അങ്ങനെ പരത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ മിസ്സായി പോവും, പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ വേറെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതാ കുറച്ച് നല്ല ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അജ്വ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല, വെറുതെ എടുത്ത് വെച്ചപ്പോൾ അങ്ങനെ വെച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കുഞ്ഞൊരു ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. ചില ഹോസ്പിറ്റലിൽ വെളിച്ചെണ്ണ സോപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ആവശ്യമുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, നമ്മളെന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ബേബി ബെഡും പിന്നെ കുഞ്ഞിനെ കൊണ്ടെടുക്കണ ആ ഒരു സംഭവം, അതിനെന്താ പേര്, എന്തായാലും ആ ഒരു സംഭവമൊക്കെ കേട്ടോ. ഇത് ഗൾഫിൽ അറിയണ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. കുറേ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഏത് കളറിൽ വേണമെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഇവർ നമ്മൾ പറയുന്ന ഏത് കളറിലും ഏത് ഡിസൈനിലും ചെയ്ത് തരാൻ വേണ്ടി തയ്യാറായിരുന്നു ആ ഷോപ്പിലുള്ളവർ കേട്ടോ. അങ്ങനെ കുറേ ചർച്ച ചെയ്തിട്ട് ലാസ്റ്റ് അറിഞ്ഞു വൈറ്റ് തന്നെ ആക്കാം. കാരണം വൈറ്റ് ആകുമ്പോൾ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, വൈറ്റ് ഇങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നൊക്കെ. അതായത് വൃത്തിയിൽ തന്നെ വെച്ചെങ്കിലല്ലേ ആ ഒരു ഭംഗിയിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. കുറച്ച് പാടാണല്ലോ. പിന്നെ സാറില്ല, നമുക്ക് അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈറ്റ് തന്നെ ആക്കിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു ബാഗ് കേട്ടോ. ഇത് 3 സെറ്റാണ്. ആ ബാഗ് ആദ്യം വൈറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു വൈറ്റ് വേണ്ടാന്ന്. ബാഗാകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും അതിൻ്റെ അടിഭാഗത്ത് അഴുക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യലെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബാഗ് എന്തായാലും വൈറ്റ് വേണ്ടാന്ന് കേട്ടോ. അപ്പോൾ കളർ അതിൻ്റെതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് 3 കൂടെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒതുക്കി വെക്കാനും പറ്റുന്നുണ്ട്. പിന്നെ കാണുമ്പോഴും എനിക്കെന്തോ ഇങ്ങനത്തെ തുണീൻ്റെ ബാഗ് ഇഷ്ടമാണ് കേട്ടോ. ഇതിനിപ്പോൾ അഴുക്കായാലും വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, കേട് വരും എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ ബാഗ് എന്തായാലും വേണമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ബാഗിൽ കുറച്ച് സംഭവങ്ങൾ വെക്കുന്നുണ്ട്.
അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കൊട്ടയിൽ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ മെറ്റേണിറ്റി പാഡ്, വൈപ്സ്, ടിഷ്യൂ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് ഹോസ്പിറ്റലിലേക്ക് മസ്റ്റായിട്ട് ആവശ്യമുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഒരു ബാഗിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വരുമ്പോൾ കുറച്ചധികം തന്നെ മെറ്റേണിറ്റി പാഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് റിയമോളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണം ഉമ്മച്ചി ഇതൊക്കെ എന്താണ്, ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പമ്പേഴ്സാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വലുതായിട്ട് വരുമ്പോൾ അവൾ സ്വയം അങ്ങോട്ട് മനസ്സിലാക്കിക്കോട്ടെ അല്ലേ എന്താണെന്ന്. ഇപ്പം പറഞ്ഞു കൊടുത്താൽ എന്തായാലും ഇപ്പോൾ അത് മനസ്സിലാവാനൊന്നും പോകണില്ല. അപ്പോൾ ഇതാ 4-5 പാക്ക് ഉണ്ട്. പക്ഷേ ഇത്ര ഒന്നും ഹോസ്പിറ്റലിലേക്ക് എന്തായാലും ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് 2-3 വെക്കണുള്ളൂ. പിന്നെ ഇതാ ഇതുണ്ടല്ലോ, ഈ ഒരു പിങ്ക് കളറിൽ വരുന്നത് ഞാൻ ഇവിടുന്ന് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എത്തിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് സംഭവങ്ങൾ ഞാനൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒക്കെ വരുന്നതിൻ്റെ മുന്നേ എങ്ങാനും ഡെലിവറി ഉണ്ടാവുമോ, പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പെട്ടതാണ് ഈ പാഡ് കേട്ടോ. അപ്പോൾ ഇത്ര അധികം നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിന് 2-3 പാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൈപ്സ്, സെബാമെഡിൻ്റെ വൈപ്സ് കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പാക്ക് വെക്കുന്നുണ്ട്. പിന്നെ ടിഷ്യൂ, അതെന്തായാലും ഹോസ്പിറ്റലിൽ നമുക്ക് മാത്രമല്ല ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ ടിഷ്യൂ ഉണ്ടെങ്കിൽ അതൊരു ഹെൽപ്പ് തന്നെയാണല്ലോ. അപ്പോൾ അതും കുറച്ച് വെക്കുന്നുണ്ട്. സെബാമെഡിൻ്റെ കൂടാതെ വേറൊരു കമ്പനീൻ്റെയും കൂടി ബേബി വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകണില്ല, വീട്ടിൽ തന്നെ വെക്കുകയാണ്. വീട്ടിൽ വന്നാലും ഇതൊക്കെ ആവശ്യം തന്നെയാണല്ലോ. പിന്നെ അത് ഡയപ്പർ ഹഗ്ഗീസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എന്താ പറയുക, ഇപ്രാവശ്യം ഇക്ക വന്ന സമയത്തുണ്ടല്ലോ പെട്ടിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് കേട്ടോ. പെട്ടി കണ്ടാൽ എന്തൊക്കെയാണാവോ കൊണ്ടുവന്നിരിക്കുന്നത് വിചാരിക്കും. ഇതുപോലത്തെ സംഭവങ്ങൾ ഡയപ്പറും പാഡും ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളാവാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ പെട്ടി തുറക്കൽ ഭയങ്കര സംഭവമായിരുന്നു. ഫുള്ളായിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇത്ര അധികം ടിഷ്യൂ വൈപ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടിയിൽ എന്ത് വെക്കാനാ സ്ഥലം ഉണ്ടാവില്ല. ഇത് കാണാൻ മാതിരില്ല, അത്യാവശ്യം വെയിറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ആവശ്യമുള്ളതെടുത്ത് ബാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അവർക്ക് കിടക്കാനും ഉറങ്ങാനൊക്കെ ഉള്ള സൗകര്യം നമ്മൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ബെഡ്ഷീറ്റും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും പാക്ക് ചെയ്യാൻ റിയമോള് മുന്നിലുണ്ട്. അവൾക്ക് ഇങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്യുക, പുറത്തൊക്കെ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാൻ വെച്ചോളാം, ഉമ്മച്ചി വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവൾ തന്നെയാണ് വെക്കുന്നത്. ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വെച്ചതൊക്കെ കറക്റ്റ് അല്ലേ എന്നിട്ടാ. അവരോരോരോ ആഗ്രഹങ്ങളല്ലേ, അപ്പോൾ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 സെറ്റ് ബെഡ്ഷീറ്റും പിന്നെ എന്താ പറയുക ടിഷ്യൂ വൈപ്സും പാഡും എല്ലാം കൂടെ ആയിട്ട് ഈ ബാഗ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി വെക്കാനുള്ളത് എനിക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അത് ഇങ്ങനത്തെ ഒരു ട്രോളി ബാഗ് ഉണ്ടായിരുന്നു, ഒക്കെ വരുമ്പോൾ കൊണ്ടുവന്നതിനാണ് കേട്ടോ ഈ ഒരു ബാഗും. അപ്പോൾ അതിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വെക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് നൈറ്റീസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ എത്ര എണ്ണം വെക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. തികയോ, ഇനിയിപ്പോൾ ആ സമയത്ത് ഓടിപ്പോയി വാങ്ങേണ്ടി വരുമോ, അങ്ങനെയൊക്കെ എന്താ പറയുക ഭയങ്കര ഇതായി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ 2 കൽപ്പിച്ചിട്ട് 4-5 നൈറ്റി കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ആവശ്യം വരില്ല എന്നൊരു തോന്നൽ കേട്ടോ. പക്ഷേങ്കിൽ ഈ 4 നൈറ്റിയൊന്നും എനിക്ക് അവിടെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ രീതി സാഹചര്യമൊക്കെ അനുസരിച്ചായിരിക്കും. കുറച്ച് കൂടുതൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് മാറ്റേണ്ടി വരുമല്ലോ. എന്തായാലും ഞാനൊരു 5 വെക്കുന്നുണ്ട്. ഇതൊക്കെ വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക തുണികൾ വെക്കുന്നുണ്ട്. ലേബർ റൂമിലേക്ക് എന്തായാലും കോട്ടൻ്റെ തുണികൾ ആവശ്യമാണല്ലോ. അപ്പോൾ അത് 2 വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കിയിട്ട് അതും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പഴയ തുണി മതി, പക്ഷേങ്കിൽ നമ്മളെ വീട്ടിൽ അങ്ങനെ കോട്ടൻ്റെ തുണികൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ മുണ്ടെടുക്കണവരില്ലാത്തതുകൊണ്ട് നമുക്ക് വാങ്ങേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇങ്ങനത്തെ വെള്ളമുണ്ടും ആവശ്യമാണല്ലോ, കുഞ്ഞിനും ആവശ്യമാണ്, നമുക്കും ആവശ്യമാണ് കേട്ടോ. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അങ്ങനെയാണ്, നമുക്ക് ലേബർ റൂമിലേക്ക് വെള്ളമുണ്ട് ആവശ്യമാണ്. അപ്പോൾ അതും 2-3 എടുത്തിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂൻ്റെ പാക്ക് ഇതിലും വെക്കുന്നുണ്ട്. ടിഷ്യൂ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഡെലിവറിക്ക് എന്നല്ല എന്താവശ്യത്തിന് പോകുമ്പോഴും ടിഷ്യൂ ആവശ്യമാണല്ലോ. അപ്പോൾ ഒരെണ്ണം ഇതിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഷോള്, പിന്നെ ഇന്നർവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും വെക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ എക്സ്ട്രാ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. സോപ്പ് പൊടി, പേസ്റ്റ്, ബ്രഷ്, എണ്ണ, സോപ്പ്, പാത്രം കഴുകണ, സ്ക്രബ് ചെയ്യണ സംഭവം, അതേപോലെ തന്നെ ഡെറ്റോൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതും കൂടി വെക്കുന്നുണ്ട്. ഇത് എൻ്റെ ഇന്നർവേഴ്സ് വേറൊരു കവറിലാക്കിയതാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ 2 പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ചെയ്തത് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ വിചാരിക്കും ഇതെന്താ വല്ല ടൂറും പോവുകയാണെന്ന്, അത്രയും സാധനങ്ങളൊക്കെ കാണലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര തന്നെ കൊണ്ടുപോയിട്ടുള്ളൂ, ഇതിനെ ഫുള്ളായിട്ട് ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ചായപ്പൊടി, പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റംസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പൊക്കെ. പക്ഷേങ്കിൽ ക്യാൻറ്റീനിൽ നിന്നാണ് കൂടുതലും ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അത്ര അങ്ങോട്ട് അത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മളെ ഹോസ്പിറ്റൽ ബാഗിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ, യൂസ്ഫുൾ ആയിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.